റിപ്പോർട്ടർ ബ്രേക്കിംഗ് നൗ. സംസ്ഥാനത്തെ IAS അഴിച്ചുപണിയിൽ ഭക്ഷ്യമന്ത്രി GR അനിലിന് കടുത്ത അതൃപ്തി. ഭക്ഷ്യവകുപ്പിലെ പ്രധാന തസ്തികകളിൽ ജൂനിയർ ഉദ്യോഗസ്ഥരെ നിയമിച്ചുവെന്നാണ് മന്ത്രിയുടെ പരാതി. പുതിയ സിവിൽ സപ്ലൈസ് കമ്മീഷണറായി 2020 ബാച്ച് IAS ഉദ്യോഗസ്ഥനെയും സപ്ലൈകോ CMD-ആയി 2020 ബാച്ച് ഉദ്യോഗസ്ഥനെയും നിയമിച്ചതാണ് പ്രതിഷേധത്തിന് കാരണം. PB നൂഹിനെ സപ്ലൈകോ CMD-ആയി തിരികെ നിയമിക്കണമെന്നും GR അനിൽ ആവശ്യപ്പെടുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മന്ത്രി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ആദിൽ പാലോട് നൽകും കൂടുതൽ വിവരങ്ങൾ. ആദിൽ പാലോട്, PB നൂഹ് സപ്ലൈകോയെ പരാതിരഹിതമാക്കി കൊണ്ടുവരുന്നതിനിടയിലാണ് ഈ മാറ്റം. അതാണോ ഭക്ഷ്യമന്ത്രിയെ ഇപ്പോൾ കൂടുതൽ അതൃപ്തിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്? അങ്ങനെ വേണം കരുതാൻ. കാരണം ഭക്ഷ്യവകുപ്പിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട രണ്ട് തസ്തികകളാണ് സപ്ലൈകോ CMD-യും ഒപ്പം സിവിൽ സപ്ലൈസ് കമ്മീഷണറും. പൊതുവിതരണ സംവിധാനത്തെ ആകെ ചലിപ്പിക്കുന്ന ഉദ്യോഗസ്ഥനാണ് പൊതുവിതരണ കമ്മീഷണർ. ഒപ്പം സപ്ലൈകോ പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരുന്ന സ്ഥിതിയിലായിരുന്നു PB നൂഹ് അധികാരമേറ്റെടുത്തതിന് പിന്നാലെ. ഒരു വർഷം പോലും തികയും മുൻപ് PB നൂഹിനെ മാറ്റി 2012 ഉദ്യോഗസ്ഥനാണ് PB നൂഹ്. ജില്ലാ കളക്ടറായിരുന്നു പത്തനംതിട്ടയിൽ. അങ്ങനെ കഴിവുള്ള, എക്സ്പീരിയൻസ് ഉള്ള, അനുഭവപരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥനെ മാറ്റി 2020 ഒരു ഉദ്യോഗസ്ഥയെ, അശ്വതി ശ്രീനിവാസ് എന്ന പേരുള്ള ഉദ്യോഗസ്ഥയെ കൊണ്ടുവരുന്നതിൽ അതൃപ്തിയുണ്ട്. സപ്ലൈകോ CMD-ആയി PB നൂഹിനെ തന്നെ തിരികെ എത്തിക്കണം എന്ന ആവശ്യമാണ് മന്ത്രിക്കും ഭക്ഷ്യവകുപ്പിനും ഉള്ളത്. അതോടൊപ്പം ഈ സിവിൽ സപ്ലൈസ് കമ്മീഷണർ സജിത് ബാബു IAS, മുതിർന്ന ഉദ്യോഗസ്ഥൻ, കാസർഗോഡ് കളക്ടറൊക്കെ ആയിരുന്നു. ആ ഉദ്യോഗസ്ഥൻ നേരത്തെ വഹിച്ചിരുന്ന തസ്തികയാണ്. ഇത്തരത്തിൽ മുതിർന്ന IAS ഉദ്യോഗസ്ഥർ വഹിക്കുന്ന തസ്തികകളാണ് ഇവ രണ്ടും. ഇപ്പോൾ മുഹമ്മദ് ഷെഫീഖ് IAS എന്ന 2020 ബാച്ച് ഉദ്യോഗസ്ഥനെയാണ് സിവിൽ സപ്ലൈസ് കമ്മീഷണറായി നിയമിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട, സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട ചുമതലകളിൽ ജൂനിയർ ഉദ്യോഗസ്ഥരെ, അതും ഭക്ഷ്യവകുപ്പിൽ തന്നെ വരുന്നതിൽ ഭക്ഷ്യമന്ത്രിക്ക് അതൃപ്തിയുണ്ട്. ഇതാണ് ചീഫ് സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും പല കാര്യങ്ങളും മന്ത്രി അറിയുന്നത്. പ്രത്യേകിച്ചും CPI-യുടെ മന്ത്രിയാണല്ലോ. അപ്പോൾ പല കാര്യങ്ങളും അറിയിക്കുന്നതിൽ പോലും ഒരു അപാകതയുണ്ട് എന്ന ഒരു പരിഭവം കൂടി ഉണ്ടോ GR അനിലിന്? ആദിൽ പാലോട്, ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, മുൻപും ഇതുപോലൊരു അനുഭവമുണ്ട്. ശ്രീറാം വെങ്കിട്ടരാമൻ, നേരത്തെ മാധ്യമപ്രവർത്തകനെ കാറടിച്ചു കൊന്നു എന്ന കേസിൽ വിചാരണ നേരിടുന്ന ശ്രീറാം വെങ്കിട്ടരാമൻ IAS ഉദ്യോഗസ്ഥനെ സപ്ലൈകോ CMD-ആയി നിശ്ചയിക്കുമ്പോൾ ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച ചെയ്തിരുന്നില്ല. ഇത് സംബന്ധിച്ച് വളരെ വലിയ എതിർപ്പും പ്രതിഷേധവും GR അനിലിനുണ്ടായിരുന്നു. അത് ചീഫ് സെക്രട്ടറിയെയും മുഖ്യമന്ത്രിയെയും അറിയിക്കുകയും ചെയ്തു. ഇനി ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ വകുപ്പ് മന്ത്രിയെ അറിയിച്ചു വേണം സെക്രട്ടറിമാരെയും ആ വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും നിയമിക്കാൻ എന്ന രൂപത്തിലൊക്കെ ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടപ്പായില്ല എന്ന് വേണം കരുതാൻ. ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയുമില്ല. ഏതായാലും ഇപ്പോൾ നടത്തിയിരിക്കുന്ന ജൂനിയർ ഉദ്യോഗസ്ഥരെ നിയമിച്ച് ഭക്ഷ്യവകുപ്പിൽ നിയമിച്ചുകൊണ്ടുള്ള അഴിച്ചുപണിയിൽ വലിയ അതൃപ്തി ഭക്ഷ്യവകുപ്പിനുണ്ട്. അത് മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇക്കാര്യത്തിൽ മാറ്റമുണ്ടാകുമോ എന്ന് കൂടി നിരീക്ഷിക്കൂ. ആദിൽ പാലോടാണ് IAS അഴിച്ചുപണിയിൽ മന്ത്രി GR അനിലിന്റെ അതൃപ്തി സംബന്ധിച്ചുള്ള ബ്രേക്കിംഗ് വാർത്തയുമായി നമുക്കൊപ്പം ചേർന്നത്.